പ്രകൃതി ഭംഗി കൊണ്ടും വിസ്തൃതമായ മണൽപ്പുറം കൊണ്ടും തൃശൂർ തീരദേശത്തെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിരുന്ന പെരിയമ്പലം ബീച്ച് ഇനി ഓർമ്മയായി മാറുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയും അപ്രതീക്ഷിതമായി ഉണ്ടായ കടുത്ത കടൽക്ഷോഭത്തെയും തുടർന്ന് പെരിയമ്പലം ബീച്ചിന്റെ ഭൂരിഭാഗവും കടൽ വിഴുങ്ങി. തൃശൂരിലെ പെരിയമ്പലം ബീച്ചിന്റെ ഏകദേശം 200ഓളം മീറ്റർ നീളത്തിലുള്ള തീരപ്രദേശമാണ് ഏതാനും വർഷങ്ങളായി ഘട്ടം ഘട്ടമായി കടലെടുത്തു പോയത്. ഇതോടെ ബീച്ചിന്റെ മനോഹരമായ മണൽക്കാടുകളും വിനോദസഞ്ചാരികളെ ആകർഷിച്ചിരുന്ന വിസ്തൃതമായ തീരവും പൂർണ്ണമായി ഇല്ലാതായി. ബീച്ചിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ചിരുന്ന പഞ്ചായത്ത് പാലം, തണൽ വിരിച്ചിരിക്കുന്ന ടൂറിസം ഹട്ടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം രാക്ഷസ തിരമാലകളിൽ നശിച്ചു. തോറും കടൽ കയറി വരികയാണ്. ഇതിന് വേണ്ട ഒരു കല്ലിടല, എന്തെങ്കിലും ഒരു മാർഗം ഗവൺമെൻറ് കണ്ടേ പറ്റുള്ളൂ. എന്നാലേ ഈ നാട് ഇനി നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നാട് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദേശം മുഴുവൻ. ആദ്യം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ കടലാണ്. ഇപ്പോൾ അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം പൊളിച്ചു മാറ്റി ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ടുള്ളത്. പ്രദേശത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ബീച്ചിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അനേകം ചെറുകിട കച്ചവടക്കാരും ടൂറിസം തൊഴിലാളികളും ഇതോടെ പൂർണ്ണമായും പ്രതിസന്ധിയിലായി. കടലിങ്ങനെ 10-100-200 മീറ്ററോളം കയറിയ കാരണം എനിക്കിവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിരുന്നാണ്. ഇപ്പം ആരും വരുന്നില്ല. കച്ചവടം വളരെ മോശമാണ്. പിന്നെ കുറേ കടകൾ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, അതൊക്കെ കുറേ കടകൾ പൂട്ടിക്കെടുക്കുന്നുണ്ട്. പിന്നെ കടകൾ കുറേ പോയി. പിന്നെ ആർക്കും വണ്ടികളിടാനോ പാർക്ക് ചെയ്യാനോ ഒന്നിനും ഒരു സൗകര്യവും ഇല്ല. ടൂറിസം കേന്ദ്രങ്ങളെ മാത്രമല്ല, പ്രദേശത്തെ ജനവാസ മേഖലയെയും കടലാക്രമണം രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. തീരത്തോട് ചേർന്നുണ്ടായിരുന്ന നിരവധി വീടുകൾ തകരുകയും പലതും തകർച്ചാ ഭീഷണിയിൽ ആവുകയും ചെയ്തു. കടൽ വെള്ളം ഇരച്ചു കയറിയതിനെ തുടർന്ന് പ്രദേശത്തെ റോഡുകളും പൂർണ്ണമായി തകർന്നു. തീരം പൂർണ്ണമായും ഇല്ലാതായതോടെ കടലാക്രമണം ഇനിയും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പുതിയൊരു പാലം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡിൻ്റെ തെറിയാണത്. ഇവിടുന്ന് ബന്ധപ്പെട്ട റോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. ആ റോഡൊക്കെ പോയി. അപ്പോൾ ആൾക്ക് ഇനിയിപ്പോൾ വരണമെങ്കിൽ തന്നെ ചുറ്റി വളഞ്ഞ് പോകണം. ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ഹൈവേയിൽ കൂടെയൊക്കെ കറങ്ങിയിട്ടൊക്കെ വരണമുണ്ട്. പിന്നെ കടപ്പുറം കുറേ വീടുകളും കാര്യങ്ങളും കടകളൊക്കെ പോയിട്ടുണ്ട്. ശാസ്ത്രീയമായ ടെട്രാപോഡുകളുടെയും ജിയോ ബാഗുകളുടെയോ അഭാവമാണ് നാശനഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഉപജീവന മാർഗവും തലചായ്ക്കാൻ ഒരിടവും നഷ്ടപ്പെട്ട തീരദേശവാസികൾക്ക് അടിയന്തര ധനസഹായം നൽകണമെന്നും പെരിയമ്പലം തീരത്തെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.